everyone. അയ്യോ മാസ്ക് ഒരു മിനിറ്റ്. ഹലോ എവ്രിവൺ, ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എന്നും മാസ്ക് വെച്ചിട്ട് മാസ്ക് ഇപ്പോൾ വയ്ക്കാതെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മാസ്ക് വെക്കുമ്പോൾ ബാക്കിയുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയാണ്. ഞാൻ വിചാരിച്ചു ഒരു എപ്പിസോഡിൽ എങ്ങനെയാണ് കണ്ണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുതരാമെന്ന്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ഇഷ്ടങ്ങൾ കാണും ഇല്ലേ? ചിലരുടെ ഒരു ഒരു ക്രേസ് എന്ന് പറയുന്നത് വാച്ചസ് ആയിരിക്കും, ചിലർക്ക് സ്റ്റാമ്പ് കളക്ഷൻ ആയിരിക്കും അവരുടെ ഹോബി, ചിലരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചെരുപ്പുകൾ കളക്ട് ചെയ്യുക, ചിലർക്ക് ഹാൻഡ് ബാഗ്സ് ആണ്. അങ്ങനെ ഇഷ്ടം പോലെ ഇഷ്ടങ്ങളും ക്രേസിനെസ്സും ഉള്ള ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ എൻ്റെ കാര്യം പറയട്ടെ, എനിക്ക് ഏറ്റവും ക്രേസ് എന്ന് പറയുന്നത് കമ്മലുകളോടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയറിങ്സ്. ഞാൻ എവിടെ പോയാലും ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്നതും ഇയറിങ്സ് ആണ്. പൊതുവേ ഞാൻ ചെറിയ പ്രൈസ് തൊട്ട് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കമ്മലുകൾ വാങ്ങിക്കാറുണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി വാങ്ങിക്കാറില്ല. എനിക്ക് എവറി ഡേ യൂസിനും പുറത്ത് പോകുമ്പോഴും ആങ്കറിങ് ചെയ്യുമ്പോഴും ഒക്കെ ഇടാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ എല്ലാ എപ്പിസോഡുകളിലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇയറിങ് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ മാച്ച് ചെയ്ത് ഡ്രസ്സിനോട് മാച്ച് ചെയ്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം എന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പലരും പറയാറുണ്ട് ഭയങ്കര ഭംഗിയുണ്ട് ഇയറിങ് കാണാൻ, എവിടെ നിന്നാണ് മേടിക്കുന്നത്, കുറേ എൻക്വയറീസ് വരാറുണ്ട്. അറ്റ് ദ സെയിം ടൈം ചിലർ പറയാറുണ്ട് ഒരു ഹോംലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഇയറിങ് ഇത്രയും ഗോഡി ആവേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, എനിക്ക് ഇയറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നല്ല നല്ല ഇയറിങ് നിങ്ങൾക്ക് കാണാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് മെറ്റൽ കളക്ഷൻ്റെ കുറച്ച് പോർഷൻ ഓഫ് ഇയറിങ്സ് ആണ്. നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കളക്ഷൻസ് കാണണ്ടേ? ജിങ്ക, കണ്ണാടി വെച്ച കമ്മല്, നീലമുള്ള കമ്മല്, കല്ല് വെച്ച കമ്മല്. എന്റെ ഫേവറേറ്റ് കമ്മലെവിടെ? നിങ്ങൾക്ക് നാല് വലിയ ഓർമ്മ വന്നില്ലേ? ഏതാണ്ട് അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. എനിക്ക് കമ്മൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ക്രേസാണ്. അപ്പോൾ നമുക്ക് കളക്ഷൻസ് നോക്കിയിട്ട് വരാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കമ്മലിൻ്റെ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് സെറ്റ് ഓഫ് കളക്ഷൻ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കണ്ടോ, ഞാൻ തെർമോകോളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഞാൻ ഓൺലൈൻ ആയിക്കോട്ടെ ഒത്തിരി കടകളിൽ ഇപ്പോൾ ഇയറിംഗ് സ്റ്റാൻഡ് അന്വേഷിച്ചു, പക്ഷെ എൻ്റെ കയ്യിലുള്ളത് മിക്കതും ലെങ്ത് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റാൻഡ് ഒരിടത്തും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് ഇരുന്നപ്പോഴാണ് എനിക്ക് ഈ തെർമോകോളിനെ കുറിച്ച് ഒരു ഐഡിയ വരുന്നതും അതിൽ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് ഒരു തോന്നൽ വരുന്നത്. അങ്ങനെ എനിക്ക് കിട്ടി, ഞാൻ സെറ്റ് ചെയ്തു. വെരി ഈസി ടു യൂസ് ആൻഡ് വെരി ഈസി ടു മെയിൻറ്റെയിൻ. ആൻഡ് ഇതിപ്പോൾ ഞാൻ ഈ കമ്മൽ വെച്ചിരിക്കുന്നത് കുറച്ച് ഒരു ഉള്ളിലേക്ക് ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഡാമേജ് ആവില്ല കമ്മലുകളൊന്നും, ഇതിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലും വെച്ചാലും തന്നെ. അപ്പം ഞാൻ എൻ്റെ കമ്മലുകൾ പരിചയപ്പെടുത്താം. ഞാനൊരു ജുംക്ക ലവറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജുംക്കാസ്. എവിടെ പോയാലും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലുള്ള ജുംക്കാസ് വാങ്ങിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വെരി സ്മോൾ ആൻഡ് സിമ്പിൾ ജുംക്കയാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ? എനിക്ക് ഇത് നോർമലി നമ്മൾ കുർത്തീസിൻ്റെ കൂടെ ആയിക്കോട്ടെ, അതുപോലെ നമുക്ക് ചുരിദാസിൻ്റെ കൂടെ ആയിക്കോട്ടെ, എവറി ഡേ നമുക്ക് വേണമെങ്കിൽ സാരീസിൻ്റെ കൂടെയൊക്കെ ഇത് നന്നായിട്ട് മാച്ച് ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ നോർമലി നമ്മൾ ഡേ ടു ഡേ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യാം. ജുംക്ക ലവേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ കമ്മൽ കണ്ടില്ലേ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇത് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ വേറെ ഒരെണ്ണം കണ്ടതിൻ്റെ മുകളിൽ ഒരു മയിലിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇതും ഒരു ജുംക്കയാണ്. ഞാൻ ഇത് ഫസ്റ്റ് വൺ, ഇതെല്ലാം ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചതാണ്. അത് അടുത്ത ജുംക്ക കാണിച്ചു തരാം. ഇതും മയിലിൻ്റെ ഡിസൈനാണ്. ഈ ജുംക്ക ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ കളക്ഷനിൽ കൂടുതലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ജുംക്കാസ് തന്നെയായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ ക്യൂട്ടായിട്ടില്ലേ കാണാൻ? ഇത് ആക്ച്വലി ഇവിടെ ഒരു ഓളാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ജുംക്ക. ഇത് നമുക്ക് എനിക്ക് ജീൻസ് ആൻഡ് ടോപ്സിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ച് ചെയ്യും. ആൻഡ്
എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ച് ചെയ്യുന്നതാണല്ലോ ജുംക്ക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിത് കണ്ടു, ഭയങ്കരമായിട്ട് എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടത് ഞാൻ അപ്പം തന്നെ മേടിച്ചു. ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് മേടിച്ചതാണ്. ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് ഇവിടെ ചാല എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. അവിടെ ഒരു ദിവസം യാദൃശികമായിട്ട് പോയപ്പോൾ ഒരു കടയിൽ ഭയങ്കര ഭംഗിയുള്ള കുറേ കമ്മലുകൾ കണ്ടു. അങ്ങനെ മേടിച്ചാണ്. അതേ കടയിൽ നിന്ന് മേടിച്ചാൽ, എനിക്ക് കടയുടെ പേര് ഓർമ്മയില്ല, അതേ കടയിൽ നിന്ന് മേടിച്ചാണ് ഇത്. നല്ല ഭംഗിയില്ലേ? ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ ഒത്തിരി അന്വേഷിച്ച് നടന്നതാണ്. അങ്ങനെ ഓൺലൈൻ പോലും എനിക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ജുംകാസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പേരിൽ സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞാനിത് കടയിൽ കണ്ടു, അപ്പം തന്നെ മേടിച്ചു. ഇത് എനിക്ക് കുറച്ച് ഒരു കോസ്റ്റ്ലി ആയിട്ടാണ് ചാർജ് ചെയ്തത്, പക്ഷേ ഞാനിതങ്ങ് മേടിച്ചു. പിന്നെ ഉള്ളതാ ഇത് കണ്ടോ, ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഏറ്റവും രസം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വില 69 രൂപയാണ്. എനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. എനിക്കിവിടെ ഒരു സ്പെഷ്യൽ ഡേ സെയിലായിരുന്നു, അപ്പം ഞാനിതങ്ങ് മേടിച്ചു. പിന്നെ എൻ്റെ ഫേവററ്റ് കമ്മലുകളിൽ ഒരെണ്ണം, എല്ലാം ഫേവററ്റ് ആണ്, പക്ഷേ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഒരെണ്ണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സാരിയുടെ കൂടെയൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. കണ്ടോ, അടുത്ത എൻ്റെ ഫേവററ്റ് കമ്മൽ ഞാൻ കാണിച്ചു തരാം. ഇതും ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഇത് ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര, ഞാൻ പേ ചെയ്ത പ്രൈസിന് ഭയങ്കര വാല്യൂ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു കമ്മലാണ്. ഇതിൻ്റെ വില എനിക്ക് തോന്നുന്നു 150 or 200 എന്താണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഇത് ഈവൻ ആ ഓൺലൈൻ സൈറ്റിൽ പോലും ഞാൻ ഈ കമ്മൽ കണ്ടിട്ടില്ല. ഞാൻ 2 എണ്ണമെങ്കിലും വാങ്ങിച്ച് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ അസുഖം കൊണ്ടുപോയിട്ട് ഞാൻ പൊട്ടിപ്പോയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് ഇപ്പൊ ജുംക്ക മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കമ്മൽ, ഇത് നല്ല രസമാണ്. ഇത് സാരീസിൻ്റെ കൂടെയും ചുരിദാസിൻ്റെ കൂടെയൊക്കെ ഭയങ്കര രസമാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മാച്ച് ചെയ്യുമെന്ന്, പക്ഷേ ഇങ്ങനത്തെ ബ്ലൂ കളർ ഷെയ്ഡുള്ള ചുരിദാസിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ ഭയങ്കര രസമാണ്. ആൻഡ് ഈവൻ കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടാലും ഇത് നല്ലതാണ്. പിന്നെ അടുത്ത ജുംക്ക, ഇത് ആക്ച്വലി കാണാൻ ഭയങ്കര ഭംഗിയാണ്, നല്ല രസമാണ്. നല്ല ഒരു എന്താ പറയുക, ഈ ജുംക്ക എന്ന് പറയുന്നത് ജുംക്കയിൽ ഈ കൊടയുടെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷെ അതുപോലെ വെയിറ്റുമാണ്. അപ്പോൾ നമുക്കൊരു വലിയൊരു ഫംഗ്ഷനൊക്കെ പോയിട്ട് കുറേ നേരം ഇട്ടുകൊണ്ടിരുന്ന അത് വേദനിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ ഞാനിത് യൂസ് ചെയ്യും. ഇനി അടുത്തത് ഇതാണ്. നല്ല ഭംഗിയില്ല. ആക്ച്വലി ഞാനിത് ഒരു പ്രാവശ്യമേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ നോർമലി ഞാൻ ഡ്രസ്സസിൻ്റെ കൂടെ ഇത് സെലക്ട് ചെയ്യുമ്പം എനിക്ക് എന്തോ ഒരു മാച്ച് ആകുന്നില്ല എന്നെനിക്കൊരു തോന്നലുണ്ടാകാറുണ്ട്. എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു ഇതെനിക്ക് ചേരാത്തതുപോലെ ഒരു തോന്നൽ സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതും എനിക്കിഷ്ടമാണ്. ഇനി വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ കാണിക്കാം. മയിലിൻ്റെ വെരി സിമ്പിളാണ്. ഇത് നോർമലായിട്ട് നമുക്ക് സാരീസിൻ്റെ കൂടെ യൂസ് ചെയ്യാം. വെരി പ്ലെയിൻ ആൻഡ് വെരി സിമ്പിളായിട്ട് പോകേണ്ട സ്ഥലങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാം, ഈ മയില്. പിന്നെ ഉള്ളൊരു കമ്മൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു സിമിലർ ഡിസൈനാണ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു മാലയുണ്ട്. ഇതൊരു സെറ്റാണ്. ഇനി എൻ്റെ അടുത്ത ഫേവററ്റ് കാണിച്ചു തരാമേ. ഇത് ആക്ച്വലി നിങ്ങൾ എൻ്റെ വേറെ എപ്പിസോഡിൽ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ വരുന്ന എപ്പിസോഡുകളിൽ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് തരുന്ന ഒരു കമ്മലായിരുന്നു. അടുത്ത 2 കമ്മലുണ്ടോ, ഇതൊരു സെറ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു മാലയുണ്ട്. അപ്പോൾ ഇത് മാല ഇടുമ്പോഴാണ് നോർമലി ഞാൻ ഈ കമ്മൽ യൂസ് ചെയ്യാറ്. നല്ല രസമായിരുന്നു. ഈ കമ്മലുണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല കല്ല് വെച്ച കമ്മലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ്. ഇത് ഞാൻ ഡാൻസ് പ്രോഗ്രാംസിന് യൂസ് ചെയ്യും. പുറത്ത് സാരീസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ആക്ച്വലി എൻ്റെ അനിയത്തിൻ്റെ കമ്മലാണ്. ഇത് ഞാൻ അടിച്ചു മാറ്റിയ കമ്മലാണ്. ഇത് അനിയത്തിക്ക് ഗിഫ്റ്റ് കിട്ടിയ കമ്മലാണ്. ഈ പ്രോഗ്രാം കഴിയുന്നതോടെ ഈ കമ്മൽ എൻ്റെ അടുത്ത് നിന്നും തിരിച്ചു പോകുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത കമ്മൽ കാണിച്ചു തരാം. ഇതെന്താ, നല്ല ഭംഗിയുള്ള കമ്മലല്ലേ? ഇത് ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ്. ചെന്നൈയിൽ ടി നഗർ എല്ലാവർക്കും അറിയാം. ടി നഗറിൽ നിന്ന് മേടിച്ച കമ്മലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച കമ്മലാണ്. ഇതിൻ്റെ വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. അതുമല്ല ഇത് ഈ വെറും ഒരു കമ്പിയല്ലേ ഉള്ളൂ. അപ്പോൾ കാതിലിടുമ്പോൾ കാത് തൂങ്ങും. എനിക്ക് ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്തിട്ടില്ല.
ഇത് ഞാനൊരു വേ ഔട്ട് കണ്ടുപിടിക്കാണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഇടുന്ന പോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കമ്മലാണ്, പക്ഷേ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മലല്ലേ. ഞാൻ നോർമലി റിങ്സ് യൂസ് ചെയ്യാറുണ്ട്. എനിക്കൊരു തോന്നലുണ്ട് എൻ്റെ മുഖത്ത് റിങ് മാച്ച് ആവില്ല എന്ന്. പക്ഷേ ഇത് ജുംക്കയും കൂടെ ഉള്ളത് കൊണ്ട് ഭയങ്കര രസമാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ. ഇത് ഞാൻ ട്രിവാൻഡ്രത്തിലെ ചാലയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ്. ഇനി അടുത്ത കമ്മൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്ലാക്ക് മെറ്റലില് മിറർ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. നല്ലതായിട്ടില്ലേ? എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ള കമ്മലുകളിൽ ഒന്നാണ്. ഈ കമ്മൽ ചെന്നൈയിൽ നിന്ന് മേടിച്ച കമ്മലാണ്. ഇതിനൊരു സെറ്റ് ഉണ്ട്, എൻ്റെ മാലയുണ്ട്. പക്ഷെ നോർമലി കമ്മൽ മാത്രമാണ് ഇട്ടുകൊണ്ട് പോവാറ്, അങ്ങനെ സെറ്റായിട്ട് യൂസ് ചെയ്യാറില്ല. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കമ്മലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് എലഗന്റ് ലുക്കുള്ള കമ്മലാണ്. ഇതും ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ഫേവററ്റ് കമ്മലുകളിൽ ഒന്നാണ്. ഇതിലൊരു ഗോൾഡ് ടിൻറ്റും ഉണ്ട് ബ്ലാക്ക് മെറ്റലിൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു പട്ടുസാരി ഉടുക്കുമ്പോഴും യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം കുറച്ച് മെറ്റൽ, നമ്മളിപ്പോൾ ബ്ലാക്ക് മെറ്റൽ മാച്ച് ചെയ്യുന്ന ഡ്രസ്സസ് ഇല്ലേ, അതിൻ്റെ കൂടെ യൂസ് ചെയ്യും. ഇത് രണ്ടിൻ്റെയും കൂടെ മാച്ച് ചെയ്ത് പോകും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കമ്മലാണ് ഇത് ചെന്നൈയിൽ നിന്ന് മേടിച്ച കമ്മലാണ്. ഇത് ഭയങ്കര എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള, ഇപ്പം നിങ്ങൾ വിചാരിക്കും കുറേ നേരമായി ഞാൻ ഫേവററ്റ് എന്നെല്ലാം പറയും, പക്ഷെ എല്ലാം എൻ്റെ ഫേവററ്റ് ആണ്. ഇത് എൻ്റെ ഫേവററ്റ് ലിസ്റ്റിലുള്ള കമ്മലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ അടിയിലൊരു ചെറിയ ജുംക്ക ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അത് പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ കമ്മലിൽ നിന്നും ആ ജുംക്ക വലിച്ച് ഊരിക്കളഞ്ഞു. പക്ഷെ ഭയങ്കര ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ ഇടുമ്പോൾ. പിന്നെ എനിക്ക് ഇതുപോലത്തെ കമ്മൽ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത് എനിക്ക് പറ്റിയിട്ടില്ല. ഇനി അടുത്ത കമ്മൽ, ഇത് എൻ്റെ അടുത്തൊരു ഫേവററ്റ് കമ്മലാണ്. എൻ്റെ ഫേവററ്റ് കമ്മലുകളിൽ ഒന്നാണ്. ഇതിലും ഞാൻ പറഞ്ഞില്ലേ ബ്ലാക്ക് മെറ്റലിൽ ഗ്ലാസ് വരുമ്പോൾ ഉള്ള ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇതും ചെന്നൈയിൽ നിന്ന് മേടിച്ച കമ്മലാണ്. പിന്നെ ഉള്ളത് ഇത് ഞാൻ ഓൺലൈൻ മേടിച്ച കമ്മലാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിനകത്ത് പല കളർ സ്റ്റോൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇത് മാച്ച് ചെയ്തിടാം. പിന്നെ ഇത് അടുത്ത വെരി ലൈറ്റ് വെയിറ്റ്. ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഗോഡി ആയിട്ട് തോന്നുമെങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇതും ഞാൻ ഓൺലൈൻ മേടിച്ചതാണ് കേട്ടോ. വാസ് വെരി വെരി ചീപ്പ്. ഭയങ്കര വില കുറഞ്ഞ കമ്മലായിരുന്നു ഇത്. ഞാൻ നേരത്തെ ഒരു കമ്മൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഞാൻ ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് 80 rupees എന്താണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച വേറൊരു കമ്മലാണിത്. ഇത് കുറച്ച് ലെങ്ത് ഉള്ള കമ്മലാണ്, പക്ഷെ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത കമ്മലാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കമ്മലാണ് ഇതെനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് കിട്ടിയ കമ്മലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളുടെ സാരീസിൻ്റെ കൂടെയും മാച്ച് ചെയ്യും, ചുരിദാസിൻ്റെ കൂടെയും മാച്ച് ചെയ്യും. നല്ല കമ്മലാണ്. 3 ജുംക്ക ഉള്ള കമ്മലാണ്. ഇത് ഭയങ്കര രസമായിട്ട് കഴിയുമ്പോൾ. ഞാൻ നേരത്തെ കാണിച്ച മൾട്ടി കളർ സ്റ്റോൺസ് വെച്ചതിൻ്റെ തന്നെ ജുംക്ക ഉള്ള കമ്മലാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ട കമ്മലാണ്. പിന്നെ വേറൊരു ഡിസൈൻ ഉള്ള ഒരു കമ്മലാണ്. ഇത് വെയിറ്റ് ഇല്ല, ഇത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് മേടിച്ചതാണ്. ഇത് കാണാനൊരു ഡിഫറൻസ് ഇല്ല, നോർമൽ കാണുന്നതെന്ന് ഒരു ചെറിയ വ്യത്യാസമില്ലേ, അതുകൊണ്ട് മേടിച്ചതാണ്. ഇനി അടുത്തത്, ഇപ്പൊ വീണ്ടും നിങ്ങൾക്ക് നാഗവല്ലി ഓർമ്മ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഇതിനകത്തും ജുംക്ക ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിത് മേടിച്ചു. പിന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു കമ്മൽ, ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. ഇത് നല്ല രസമാണ്. ഇത് നമ്മൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടാലും ആ ചെവിയുടെ അത്രയും പോർഷൻ കവർ ചെയ്തും ഇരിക്കും. ഭയങ്കര ഭംഗിയാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ. ഫോട്ടോസിലൊക്കെ ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്മൽ കണ്ടോ, ഒരു കിളിയാണ്. കിളിയല്ല, ഇത് തത്തമ്മയാണ് ആക്ച്വലി. ഈ കമ്മൽ നമുക്ക് നോർമലി ഇടുന്ന പോലെ ഇടാം. നമുക്ക് ചെവിയുടെ മുകളിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞ് നമ്മൾ സ്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജുംക്ക ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. സോ 2 in 1. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മാട്ടിയുള്ള കമ്മലുകളാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ബാഹുബലി ഫിലിം ഇറങ്ങിയതിന് ശേഷമാണ് എല്ലാവരും ആ മാട്ടി യൂസ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ. മാട്ടിയുള്ള കമ്മലുകൾ വന്നു. പക്ഷെ ബ്ലാക്ക് മെറ്റലിൽ അത്രയും ഗോഡി അല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം വെരി സിമ്പിളാണ്. നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഭയങ്കര ഭംഗിയാണ്. സാരീസിൻ്റെ ഒരു ഷിഫോൺ സാരി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഞാൻ കാണിച്ചു തരാം. ബാഹുബലി ടൈപ്പ് പോലെയാണ്, പക്ഷെ അത്രയും ഗോഡിയല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം അങ്ങനെ കവർ ചെയ്തിരിക്കുന്ന പോലത്തെ ഒരു കമ്മലാണ്. അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇതിൽ കുറച്ച് വൈറ്റ് കളർ മുത്തുകളുണ്ട്.
ബ്ലാക്ക് മെറ്റലിലെ ഒരു സെറ്റ് ഓഫ് കമ്മലുകളുടെ കളക്ഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ എവിടെ നിന്നാണ് മേടിച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി പുതിയ എപ്പിസോഡുകളായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ഗായത്രി സേയിങ് ഗുഡ് ബൈ.